ഹായ് ഫ്രണ്ട്സ്, മലയാളി ഫുഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ചൂടാണ്, അപ്പോൾ അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഐറ്റമാണ്. അതാ നമ്മുടെ ഇതിൻ്റെ മെയിൻ ഐറ്റം പറയുന്നത് കാന്താരി മുളക്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്ധാരി സോഡ. നാരങ്ങയൊക്കെ ഉണ്ട്, ഇത്തിരി സ്പൈസി എരിവുണ്ട്, അതുപോലെ തന്നെ മധുരവും പുളിയും എല്ലാം കൂടെ നമ്മൾ മിക്സ് ആക്കിയിട്ട് ഇന്നൊരു ജ്യൂസാണ്. അപ്പോൾ ഇതാദ്യം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കുറച്ച് കാന്താരി ഒന്ന് ചതയ്ക്കാം. അടുത്തത് നമുക്ക് ഇഞ്ചി ഒന്ന് സ്ലൈസ് ചെയ്തിടാം. അടുത്തത് നമുക്ക് ജാതിക്ക ഒന്ന് ചീകിയിടാം. മൂന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നാരങ്ങ ഒന്ന് മുറിക്കാം, എന്നിട്ട് ഓരോ പീസ് കട്ട് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കാം. ഈ 2 നാരങ്ങ വീതം ഓരോ ഗ്ലാസ്സിൽ പിഴിയാം. അപ്പോൾ അവസാനത്തെ നാരങ്ങയും പിഴിഞ്ഞു കഴിഞ്ഞു. ഇതിലേക്ക് 2 ചെറിയ പൈനാപ്പിൾ പീസ്, പുതിന, ഇനി പഞ്ചസാര. നമ്മൾ 1 സ്പൂണല്ല 3 സ്പൂണാണ് ഓരോ ഗ്ലാസ്സിൽ. അതെ, നന്നായി ഒന്ന് ഇളക്കാം. പൈനാപ്പിളൊക്കെ ഒന്ന് ഓടയട്ടെ. അതെ, ഗ്ലാസ് ഒന്നിങ്ങനെ ക്ലാങ് ക്ലാങ് സൗണ്ട് കേൾക്കണം. നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഇപ്പം അടുത്ത ഐറ്റം ഇടാം അല്ലേ? അടുത്ത ഐറ്റമാണ് മെയിൻ ഐറ്റം. നല്ല എരിവുള്ള ഐറ്റമാണ് വരുന്നത്. കുറച്ച് ഇടാം. കാന്താരി മുളകൊക്കെയാണ്, അപ്പോൾ കുറച്ച് ഇടാം. കാരണം നല്ല എരിവുള്ള സാധനമാണ്. കാന്താരി മുളക്, ഇഞ്ചി, ജാതിക്ക 3 കൂടെ ചതച്ച് വെച്ചാൽ. അപ്പോൾ കുറച്ച് കസ്കസ് കുറച്ച് കൂടുതൽ ആയിക്കോട്ടെ അല്ലേ? ഇരിക്കട്ടെ.
പിന്നെ ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. ഇനിയും ഇളക്കാം. അപ്പോൾ നമ്മളെ കസ്കസ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോഡയും വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതാ ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം അല്ലേ. ഒഴിക്കുമ്പോൾ തന്നെ നല്ല മിക്സിങ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കാന്താരി സോഡ ഇതാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, അപ്പോൾ ഒന്നും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാം അല്ലേ? ടേസ്റ്റ് ചെയ്യല്ലേ? റെഡി. എന്നാൽ ആയിക്കോട്ടെ, ടേസ്റ്റ് ചെയ്തോ. ഒറ്റ വലിക്ക് ആരെങ്കിലും അടിക്കോ? ശ്രമിക്കാം. ചലഞ്ച്. എന്താ പൊരിയായിട്ടുണ്ട്. നമുക്ക് ഒറ്റ വരിക്ക് നടന്നില്ല. ഏതിട് അടിപൊളി സംഭവം, സൂപ്പർ സാധനം. മധുരം, എരിവ്, സോഡ എല്ലാം മാസായിട്ടുണ്ട്. ഇഞ്ചി ഉണ്ട്. നമ്മൾ ഇഞ്ചിയും കാന്താരി മുളകൊക്കെ ചതച്ചാണ്. അപ്പം എല്ലാം ഇട്ടിട്ടുണ്ട്. കാന്താരി മുളകിന്റെ എരിവൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എരിവുണ്ട് എല്ലാം കൂടെ ഉളുപ്പും എല്ലാം അടിപൊളിയായി. സൂപ്പറായി, സംഭവം അടിപൊളി. ചൂട്ടത്ത് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ സാധനമാണ്. നല്ല കൂളിംഗ് ഉണ്ടാവും. തണുപ്പുള്ള സോഡ ചടചടാന്ന് ഒഴിക്കുക, മടമടാന്ന് കുടിക്കുക. അപ്പോൾ ഫുള്ളായി കുടിച്ചു കഴിഞ്ഞു. സംഭവം എന്തായാലും അടിപൊളി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. മസ്റ്റായിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റിഫ്രഷിങ് ഐറ്റമാണ്. അതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അതിലിട്ട് ഞങ്ങളുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അഭിപ്രായങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറക്കാതെ മലയാളി ഫുഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അടുത്ത അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യാം. അതാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ